നമ്മളിപ്പം അങ്ങനെയൊന്നുമില്ല, എവിടേക്കോ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് എനിക്ക് അപ്പൊ പറഞ്ഞതുപോലെ ഇന്നിപ്പോ എവിടേക്കാന്ന് അറിയാത്തൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ആക്ച്വലി സൺഡേ ആണ്. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ അല്ലു ഇന്നലെ അല്ലുന്റെ അമ്മമ്മന്റെ അവിടെ കൂടാൻ പോയതാണ് കേട്ടോ. സാറ്റർഡേ ഈവനിങ് ഞാനും അബിയേട്ടനും അവിടെ ആക്കിയിട്ട് വന്നതാണ്. അപ്പൊ ഞാനിപ്പോ രാവിലെ പോകുന്നത് അല്ലുവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് കരാട്ട ടെസ്റ്റ് ഉണ്ട്. ആദു, അവന്തി, ദിയ 3 പേർക്കുന്ന ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും ഇന്ന് അവിടേക്ക് പോവുകയാണ്. കുട്ടികളെല്ലാവരും നീനും ഓൾറെഡി അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാറിൽ. അപ്പൊ ബാക്കിയുള്ളവർ ബസ്സിന് പോവുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പോവുകയല്ലേ, ഞാനും പോവാന്ന് കരുതി കുറച്ചു നേരത്തൊക്കെ കണ്ടിരുന്നിട്ട് അവിടെ നിന്ന് നേരെ അല്ലുവിനെ വിളിക്കാൻ പോവാന്ന് കരുതി ഞാനും ഇവരുടെ കൂടെ പോയപ്പം ഇത് സംഭവം തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കണ്ടിരുന്നാലും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് കരുതി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ആദുവിൻ്റെത് കുറച്ച് നേരം കഴിഞ്ഞാൽ തുടങ്ങി കിട്ടും. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടത്. ഇതിൻ്റെ +2 ഫ്രണ്ട് ആണ് കേട്ടോ. അപ്പോൾ അവളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആദുവിൻ്റെ തുടങ്ങാൻ കുറച്ച് നേരം ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അടുത്ത് തന്നെയാണ് അവിടെ ഫോക്കസ് മോൾ. അപ്പോൾ അവിടെ ഒന്ന് കയറി. ഇത് സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത് കേട്ടോ. ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് കരാട്ട ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോക്കസ് കയറി വരാമെന്ന് കരുതി കയറി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവൻ്റെ ഇത് തുടങ്ങാനായി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. നീനേച്ചി ഒരു എൻഗേജ്മെൻറ്റിന് പോയതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീനേച്ചി ഇവിടേക്ക് വന്ന് നവന്തീൻ്റെ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് പോകുമ്പോൾ കുട്ടികളെല്ലാവരും പിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ ആദുവിൻ്റെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ബ്ലൂ ഇട്ടതാണ് ആദു. ഒരു 2 മണിക്ക് ശേഷമാണ് കേട്ടോ ആദുവിൻ്റെ ടെസ്റ്റ് തന്നെ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സൂഫി മന്തിയിലേക്ക് വെച്ച് പിടിച്ചു. കാലിക്കറ്റ് ബീച്ചിനടുത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ സ്പോട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ തീരുമാനിച്ചാൽ ഞാനും ദേവും അല്ലുവിനെ വിളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. ഇനി അവിടെ എത്തിയിട്ട് അവനെയും കൂട്ടി ബീച്ചിൽ പോകണം കേട്ടോ, അല്ലുവിനെ കൂട്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരെ വീട്ടിലേക്ക് പോയി. പിന്നെ ബാക്കി കുട്ടികളെ ടെസ്റ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതെന്തായാലും വൈകുന്നേരം ആവും. അപ്പോൾ അവരെ പിന്നെയും പോയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പോകണം. അങ്ങനെ ഞാനും ദേവും നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. വെയിൽ കൊണ്ടതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. ഹലോ ഹായ് ആരവ് കെ പി. അല്ലുത് ഫസ്റ്റ് ടൈമാണ് അമ്മമ്മൻ്റെ വീട്ടിൽ ഇങ്ങനെ ഞാനും അബിയേട്ടനും ഇല്ലാണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവ ഒത്തിരി ഹാപ്പിയാണ്. അവനെ കണ്ടപ്പോൾ ഞാനും ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ സമയം 5 മണിക്കായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് അബിയേട്ടൻ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാനും ദേവും വന്നത് അല്ലുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 5 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. നടന്നോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. സോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.